ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ ട്യൂഷനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, കണ്ടു നോക്കണേ എല്ലാവരും. അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തി ഇവിടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ആമക്കാവ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടി പിന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അനിയത്തി അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ അത് അനിയെ വിളിക്കണം കേട്ടോ. സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞത് ഇന്ന് അവരുടെ 10ാം വിവാഹ വാർഷികമാണ് കേട്ടോ. അതാണ് ഞാൻ സന്തോഷം ഉള്ള ദിവസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ അനിയൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അവർ പിന്നെ സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ കുറച്ച് തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്. ഞാനിപ്പുറത്ത് ഇരുന്നൊരു ചപ്പാത്തി പരത്തുകയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി പരത്തുക. അപ്പം അതിനുശേഷം ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു. പിന്നെ ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി, പിന്നെ കച്ചമ്പർ, അച്ചാർ, അങ്ങനെ. അപ്പോൾ പിന്നെ ഒക്കെ ഞാൻ പാത്രത്തിലേക്കൊക്കെ മാറ്റിയത്. ആ കച്ചമ്പറുണ്ട്, പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അമ്മിണിക്കുട്ടി പൊന്നൂസ് ഇതാ കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. മറ്റുള്ളവരെ വിളിച്ചപ്പോൾ ഒന്നും വന്നില്ല. അപ്പോൾ ഇവർ കഴിക്കാനായിട്ട് രണ്ടാളിരുന്നു. ഇവർ രണ്ടാളും നല്ല കൂട്ടാണല്ലോ. അപ്പോൾ ഇതാ പൊന്നൂസിനണിച്ച് ചിക്കൻ കാല് വേണം കേട്ടോ. അപ്പോൾ അവൾ അതിങ്ങനെ കടിച്ച് പറിച്ച് കഴിക്കണേ. അപ്പോൾ അമ്മിണിക്കുട്ടി പറഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അമ്മിണിക്കുട്ടി ചിക്കനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് പൊന്നൂസ് പറയാം കേട്ടോ. അപ്പോഴേക്കും ഇത് ഏട്ടനും കഴിക്കാനായിട്ട് വന്നു. ഏട്ടൻ വന്നപ്പോൾ കിച്ചുമോനും കണ്ണമോനൊക്കെ വേഗം വന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഏട്ടാ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രേ തന്നെ സ്ഥലമുള്ളൂ അവിടെ. അപ്പോൾ ഇതാ കുട്ടിപ്പട്ടാളം ഈ ഒരു സൈഡിലായിട്ട് ഇരുന്നത്. എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു ബിരിയാണി, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കുട്ടികളൊക്കെ കേട്ടോ. പിന്നെ ഞാനും അനിയത്തിയും കൂടി കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അമ്മ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ. സൂപ്പറായിരുന്നു കേട്ടോ ബിരിയാണി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി മേശയൊക്കെ തുടച്ച് പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കേട്ടോ. അവൾ സഹായത്തിനുള്ള കാര്യം വേഗം കഴിഞ്ഞു. അതൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കേക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതാ അവളതൊക്കെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അനിയനില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അവനുണ്ട് വെച്ചിങ്ങനെ ഇതിനും ഗംഭീരമായിട്ട് ആഘോഷിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവനില്ലാത്തൊരു സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. എന്ത് പണി എടുക്കുമ്പോൾ ചിക്കൻ മേടിച്ചാലും സബോള അരിയാനൊക്കെ നല്ലൊരു കൂട്ടാട്ടാ. അപ്പോൾ അവനില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ ഇപ്പോൾ ആഘോഷിക്കാനായിട്ട് പറ്റില്ല, അവർക്ക് പണിയുള്ള സമയമല്ലേ. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും വിളിക്കാനും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ വിളിച്ചൊന്നുമില്ല. അപ്പോൾ അവൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ തന്നെയല്ലേ പറ്റൂ. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഇതാ ചുറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ കടയിലേക്ക് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇത് അവൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി തപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ആൾ ഇവിടെ ഇല്ല. അപ്പോൾ അവൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേക്ക്. അപ്പോൾ ഏട്ടൻ അവളോട് പറഞ്ഞു കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവനില്ലാത്തൊരു ഇത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് പോയവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു ഓണമായാലും വിഷുവായാലോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലോ ഒന്നിനും നമുക്കൊന്നും വരാനൊന്നും പറ്റില്ല. ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു സങ്കടം അവനുണ്ടായിരിക്കും നല്ലോണം. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുമ്പോൾ പാവം അവിടെ അങ്ങനെ പണിയെടുത്തിട്ട് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു സങ്കടമല്ല. അവനും ഉണ്ടാവും അവൾക്കും ഉണ്ടാവും. അതിനുശേഷം ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു കേട്ടോ. അവൾ ഒരു കഷ്ണം മുറിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മുറിച്ച് കഴിക്കലായിട്ടോ. അത് മുഴുവൻ അന്ന് തന്നെ എല്ലാവരും കഴിച്ച് തീർത്തു. പിന്നെ കുറേ നാൾ കൂടിയിട്ടൊരു കേക്ക് മേടിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ എല്ലാവരും കൂടി കഴിച്ചു അത് കേട്ടോ. കഴിച്ചങ്ങോട്ട് തീർത്തു. സൂപ്പറായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേക്ക്. നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ണനെ മുറിച്ച് കൊടുക്കുകയാണ് ആ ഏട്ടനൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അമ്മണിക്കുട്ടിക്കും കിച്ചുമോനും പൊന്നൂസിനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊന്നും വന്നില്ല. അച്ഛന് കാലം കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം പിന്നെ മഴയൊക്കെ പെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ തണുപ്പൊന്നും അച്ഛന് തീരെ പറ്റില്ല. അപ്പോൾ അച്ഛൻ വരണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ ഇട്ടിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അമ്മയും വന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു. വൈകുന്നേരത്ത് ഞങ്ങൾ ചോറ് പിന്നെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കുള്ള ബിരിയാണി ഉച്ചയ്ക്ക് മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.